നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത മൂന്ന് പ്രധാനപ്പെട്ട ആളുകളുടെ തോൽവിയെക്കുറിച്ചാണ്. ആദ്യ ഭാഗം കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ എന്നോർത്ത് നിങ്ങൾ കേൾവി നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ദയവായി മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഇതിൽ പുതിയ പല വിവരങ്ങളും ചേർത്തിട്ടുണ്ട്. സത്യത്തിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തണമെന്നതാണ് ഞങ്ങളുടെ പോളിസി. അതുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിലും പെട്ട ആരാധകർ ഞങ്ങൾക്കുള്ളതും അതേപോലെ തന്നെ ശത്രുക്കളുള്ളതും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്തു എന്ന് പറഞ്ഞ് നവസംഖ്യകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വലിച്ചു കീറുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായി ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന്. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് കഴക്കൂട്ടവും നിയമവും ഉറപ്പായും ജയിക്കും, പാലക്കാടും മഞ്ചേശ്വരവും സാധ്യതയുണ്ടെന്നാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ജയിക്കുമെന്ന് ഞങ്ങൾ കണക്കാക്കാത്ത എന്നാൽ വലിയ മത്സരം നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞ ചാത്തന്നൂർ കൂടി ജയിച്ചു. പാലക്കാട് ഞങ്ങളുടെ സർവേയിലും മറ്റും മുമ്പിൽ നിന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. എന്നാൽ അവിടുത്തെ സാഹചര്യം മാറുകയും എക്സിറ്റ് പോളിലേക്ക് വന്നപ്പോൾ പാലക്കാട് വിജയസാധ്യത കുറയ്ക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ ചീത്ത വിളിച്ചവർ വാസ്തവത്തിൽ ഞങ്ങളാണ് ശരി എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചു. ഞങ്ങൾ പറഞ്ഞതുപോലെ പാലക്കാട്ടും മഞ്ചേശ്വരത്തും BJPക്ക് തോൽക്കേണ്ടി വന്നു. ഞങ്ങൾ നിഷ്പക്ഷമതികളല്ല, പക്ഷപാതികളാണ്. പക്ഷമെന്ന് പറയുന്നത് സത്യത്തിൻ്റെ പക്ഷമാണെന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിർണായകമായ ഇടപെടൽ നടത്തിയത്. 10 പേർ ജയിക്കണമെന്നും 10 പേർ തോൽക്കണമെന്നും ഞങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞപ്പോൾ അതിൽ 9 പേരെ ജയിപ്പിക്കുകയും 9 പേരെ തോൽപ്പിക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് എത്രമാത്രം വിശ്വാസം മറുനാടനോടുണ്ട് എന്നതിന് തെളിവായിരുന്നു ഇത് അങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തോറ്റ ഒരേ ഒരാൾ ശോഭാ സുരേന്ദ്രൻ മാത്രമായിരുന്നു. എങ്ങനെയാണ് ശോഭ തോറ്റതെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. മാത്രമല്ല, ശോഭയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രമേശ് പിഷാരടി സാധാരണ ഒരു സിനിമാക്കാരനപ്പുറത്തേക്ക് വലിയ ജനപ്രീതി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പിടിച്ചുപറ്റുകയും ചെയ്തു. ഞങ്ങൾ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ 10 പേരിൽ 7 പേർ ഞങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ലിസ്റ്റിൽ കയറി കൂടിയവരാണ്. PK ശ്യാമളയെ പോലുള്ള 7 പേർ. എന്നാൽ 3 പേർ സാമൂഹ്യ ഉത്തരവാദിത്വത്തോടൊപ്പം മറുനാടിൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടി ഉൾപ്പെട്ടവരായിരുന്നു. ആ 3 പേർ 2 പേർ UDFകാരായിരുന്നു, ഒരാൾ LDFകാരനും. ഈ 2 UDFകാരും തോറ്റത് മറുനാടിൻ്റെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ 3 പേരും എങ്ങനെ തോറ്റു എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12ഇടത്തും UDF ജയിച്ചപ്പോൾ ഒറ്റയിടത്തും മാത്രമാണ് LDF ജയിച്ചത്. അത് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ആയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നും തോൽപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞ ഏക സ്ഥാനാർത്ഥി PV അൻവർ. വാസ്തവത്തിൽ ഈ UDF തരംഗത്തിനിടയിൽ അൻവർ ജയിച്ച് കയറേണ്ടതാണ്. കഴിഞ്ഞ തവണ 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ ജയിക്കുന്നത്. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ അതിനേക്കാൾ ഭൂരിപക്ഷം കുറവായിരുന്നു. എന്നാൽ 38,502 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഏലത്തൂരിൽ ജയിച്ച ശശീന്ദ്രനെ 12,162 വോട്ടിനാണ് വിദ്യാ ബാലകൃഷ്ണൻ തോൽപ്പിക്കുന്നത്. CPMൻ്റെ കോട്ടയായ ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലും വരെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പേരുദോഷം കൂടിയുള്ള മുഹമ്മദ് റിയാസ് തോൽക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മറുനാടൻ്റെ നിലപാടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് തെളിവ് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകും. PV അൻവർ CPMൻ്റെ കോട്ടകളായ ബേപ്പൂരിലും ചെറുവണ്ണൂരിലുമൊക്കെ കടന്നു കയറി. CPMനെ ഞെട്ടിച്ചുകൊണ്ടാണ് അൻവറിന് അവിടെയൊക്കെ കൂടുതൽ വോട്ട് കിട്ടിയത്. എന്നാൽ UDF കോട്ടകളായ രാമനാട്ടുകരയിലും ഫറൂഖിലും PV അൻവറിന് വോട്ട് കുറഞ്ഞുപോയി. രാമനാട്ടുകരയിൽ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് കിട്ടിയത് കേവലം 145 വോട്ട് മാത്രം. ഫറൂഖിൽ 4500 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് കിട്ടിയത് 2804. ഈ 2ഇടത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു. മാത്രമല്ല, ബേപ്പൂരിൽ ഇക്കുറി മത്സരിച്ച BJP സ്ഥാനാർത്ഥി ജനകീയനായ ആർക്കും വിദ്വേഷമില്ലാത്ത പ്രകാശ് ബാബുവാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPയുടെ വോട്ട് വർദ്ധിച്ചപ്പോൾ പ്രകാശ് ബാബുവിനും അത്തരത്തിൽ വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് പ്രകാശ് ബാബുവിന് കിട്ടിയത്. 26,267 വോട്ട് കഴിഞ്ഞ തവണ നേടിയ പ്രകാശ് ബാബു ഇക്കുറി 26,543 വോട്ട് മാത്രം നേടി. ഏതാണ്ട് 200ഓളം വോട്ടിൻ്റെ വ്യത്യാസം മാത്രം. എന്തുകൊണ്ടായിരിക്കാം UDFൻ്റെ വോട്ടുകൾ LDFന് പോയത്? എന്തുകൊണ്ടായിരിക്കാം BJPയുടെ വോട്ടുകൾ കുറഞ്ഞത്? ഒരു സംശയവും വേണ്ട. PV അൻവർ അപകടകാരിയാണ് എന്ന മറുനാടൻ്റെ കൃത്യമായ വിശദീകരണം UDFകാരെയും BJPക്കാരെയും പോലും അൻവറിനെ തോൽപ്പിക്കുന്ന തരത്തിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് അൻവർ അതിദയനീയമായി തോറ്റം പൊന്നത്. എന്തുകൊണ്ടാണ് PV അൻവർ തോൽക്കണമെന്ന് മറുനാടന് ശാഠ്യം കാണിച്ചത്? തീർച്ചയായും ഒരു കപട രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് PV അൻവർ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തോറ്റ 3 പേരായിരുന്നു
മറുനാടനെ പൂട്ടാൻ ഗൂഢാലോചന നടത്തിയത്. PV ശ്രീനിജനെ ഇരയാക്കി TN പ്രതാപനെ പ്രചാരകനാക്കിയായിരുന്നു മറുനാടൻ വേട്ടയ്ക്ക് പിണറായി സർക്കാർ പദ്ധതിയിട്ടതും നടപ്പിലാക്കിയതും. അതുകൊണ്ട് തന്നെ മറുനാടനെ പൂട്ടാൻ രംഗത്തിറങ്ങിയ PV അൻവർ തോൽക്കേണ്ടത് നീതിയുടെ ശബ്ദം വിജയിക്കാൻ ആവശ്യമായിരുന്നു. ഇനി നമുക്ക് മണലൂരിൽ TN പ്രതാപന് സംഭവിച്ചു നോക്കാം. TN പ്രതാപൻ ജയിച്ചാൽ ഉറപ്പായും മന്ത്രിയാകും. വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ ശേഖരിക്കാനുള്ള ആർജവം TN പ്രതാപനുണ്ട്. അതുകൊണ്ട് TN പ്രതാപനോട് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിനേക്കാൾ സുരക്ഷിതമാണ് മണലൂർ എന്ന് പറഞ്ഞാണ് പ്രതാപൻ പോയത്. പകരം നറുക്ക് വീണത് OJ ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ. കഴിഞ്ഞ തവണ 23,893 വോട്ടിന് LDF ജയിച്ച കൊടുങ്ങല്ലൂരിൽ 8,308 വോട്ടിന് OJ ജനീഷ് ജനിച്ചു. കൊടുങ്ങല്ലൂരിൽ ജയസാധ്യത കുറവാണെന്ന് കണ്ടെത്തി മണലൂരിലേക്ക് മത്സരിക്കാൻ പോയ TN പ്രതാപൻ 126 വോട്ടുകൾക്ക് തോറ്റുപോകുന്നു. ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റും ജനകീയനുമായ KK അനീഷ് കുമാറാണ് മത്സരിക്കുന്നത്. അനീഷ് കുമാർ ജയിക്കുമെന്ന് പോലും BJP കണക്കാക്കിയിരുന്നു. തൃശ്ശൂരിലെ BJPയുടെ മെഷീൻ മുഴുവൻ മണലൂരിലായിരുന്നു പ്രവർത്തിച്ചത്. 38,125 വോട്ട് മാത്രമാണ് അനീഷ് കുമാർ നേടിയത്. 36,566 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ BJPക്കുണ്ടായിരുന്നത്. കേവലം 2000 വോട്ടുകളുടെ വ്യത്യാസം. ഇവിടെയും TN പ്രതാപനെ തോൽപ്പിക്കാൻ UDFകാരും LDFകാരും BJPക്കാരും ഒക്കെ വോട്ട് ചെയ്തു എന്ന് തീർച്ച. മറുനാടനെ അന്യായമായി വേട്ടയാടി തോൽപ്പിക്കാൻ ഇറങ്ങിയതിൻ്റെ പ്രതിഫലമാണ് TN പ്രതാപന് ലഭിച്ചത്. ചില കളങ്കിത കച്ചവടക്കാരുടെ വാക്കുകേട്ട് മറുനാടനെ പൂട്ടിക്കെട്ടാൻ പിണറായിയോടൊപ്പം കൂട്ടുകൂടിയ TN പ്രതാപൻ്റെ തോൽവി മറുനാടിനെ സംബന്ധിച്ചിടത്തോളം മധുര പ്രതികാരമാണ്. മൂന്നാമത് നമുക്ക് കുന്നത്നാടേക്ക് പോകാം. കുന്നത്നാടിലെ PV ശ്രീനിജൻ അവസാന നിമിഷം വരെ പറഞ്ഞിരുന്ന 534 വോട്ടിന് ജയിക്കുമെന്നാണ്. പക്ഷേ 20,000 വോട്ടിന് തോറ്റു. കഴിഞ്ഞ തവണ വലിയ നേട്ടം കൊയ്ത 2020യുടെ സ്ഥാനാർത്ഥിക്ക് 7 അയൽപ്പക്കത്തെത്താൻ ഇക്കുറി കഴിഞ്ഞില്ല. അങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ മഹാഭൂരിപക്ഷത്തിൽ ശ്രീനിജനെ തോൽപ്പിക്കുന്നത്. PV ശ്രീനിജനും PV അൻവറും TN പ്രതാപനും സംയുക്തമായി ഗൂഢാലോചന നടത്തി മറുനാടനെ പൂട്ടിക്കെട്ടാൻ ഇറങ്ങിയിട്ട് 3 പേരും അതിദയനീയമായി തോറ്റമ്പിയിരിക്കുന്നു. മറുനാടനെയാണ് ഈ നേതാക്കളുടെ വാക്കുകളേക്കാൾ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്നതിന് തെളിവാണിത്. ഇനി ഞങ്ങൾക്ക് ഇവരോടൊരു വിരോധവുമില്ല. മറുനാടൻ സത്യത്തിൻ്റെ ശബ്ദമാണെന്നും അത് നിലനിൽക്കണമെന്നും ജനം ആഗ്രഹിക്കുന്നു എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക, ഞങ്ങൾ ഞങ്ങളുടെ പണിയും. ഞങ്ങൾക്ക് ഒരു പ്രതികാരവുമില്ല. സത്യത്തിൻ്റെ ശബ്ദം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളും നിലപാട് ശക്തമാക്കിയത് മാത്രം. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാട്ടായി ഞങ്ങളെയും വെറുതെ വിട്ടേക്കുക.